നെവിൻ എന്ന് പറയുന്ന വൃത്തികെട്ട അനുവിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു തെമ്മാടിത്തരം എന്ന് വേണമെങ്കിൽ പറയാം. തെമ്മാടിത്തരം എന്നല്ലാതെ അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ തെമ്മാടിത്തരത്തിനെ സപ്പോർട്ട് ചെയ്ത് ഇതൊരു ഗെയിമാണെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമാണ്. ശരിക്കും എനിക്ക് പുച്ഛമാണ് കേട്ടോ. കാരണം ഒരു പെങ്കൊച്ചിൻ്റെ പുറവേ നടന്ന് ഹരാസ് ചെയ്ത് ബുള്ളി ചെയ്ത് എത്രത്തോളം ആ കൊച്ചിനെ ബുദ്ധിമുട്ടിക്കാവോ, മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിക്കാവോ, ആ രീതിയിലാണ് ഈ നെവിൻ എന്ന് പറയുന്ന വൃത്തികെട്ട കണ്ടസ്റ്റൻസിൻ്റെ പോക്ക്. ഇത് എന്നേ ഇതിന് തടയിടേണ്ടതായിരുന്നു. പക്ഷേ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൽ ഇവൻ കാണിച്ചു കൂട്ടുന്ന ഒരു കാര്യവും ഒരു കോപ്രായവും ഇവൻ കാണിച്ചു കൂട്ടുന്ന ഒരു തെമ്മാടിത്തരവും ചോദ്യം ചെയ്യപ്പെടാത്തതുകൊണ്ട് മാത്രമാണ് ഇവൻ ഓവറായി ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നത്. അനു എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി, പുള്ളി ഇപ്പം ഈ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ചിലപ്പം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന അത് കാണുമ്പോഴത്തേക്ക് പറയും PR മറ്റേതാണ് മറിച്ചാന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വരും. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് കിട്ടേണ്ട പരിഗണന ആ ഒരു ഷോയിൽ കിട്ടിയേ പറ്റൂ. കാരണം മറ്റുള്ള അവിടെ അനു മാത്രമല്ല, ഒരു വേറെയും ലേഡീസ് കണ്ടസ്റ്റൻസ് ഉണ്ട് അല്ലേ. അപ്പം അവരോടൊന്നും കാണിക്കാത്ത പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് മാത്രം പെരുമാറി അനുവിൻ്റെ പിറവേ നടന്ന് ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ഈ നെവിൻ മാത്രമാണ്. മറ്റുള്ള ആൾക്കാരോടൊന്നും ഇങ്ങനെ കാണിക്കുന്നില്ല. ഈ നെവിനോട് എന്താണ് ഇതിനു മാത്രം ചെയ്തിട്ടുള്ളത്? ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ലൈവിനകത്തോ അല്ലെങ്കിൽ എപ്പിസോഡിനകത്തോ അനുവിൻ്റെ ഭാഗത്തുനിന്ന് നെവിനോട് ഇപ്പോഴാണ് അനു റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. കാരണം സഹിക്കാൻ പറ്റാത്തതിൻ്റെ അങ്ങേയറ്റം എക്സ്ട്രീം ലെവലായപ്പോഴാണ് അനു റിയാക്ട് ചെയ്ത് തുടങ്ങിയത്, നെവിനെതിരെ സംസാരിച്ചു തുടങ്ങിയതും തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുവിൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെൺകൊച്ചാണെങ്കിൽ ഇവനെ തുപ്പിയിട്ട് അടിച്ചേനെ. ആ രീതിയിലുള്ള ഈ പറഞ്ഞിട്ടുള്ള തെമ്മാടിത്തരങ്ങളാണ് ഈ ഒരു കണ്ടസ്റ്റൻസിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്ന് തന്നെ ലൈവ് കണ്ട ആൾക്കാർക്കറിയാം എന്തോരം വൃത്തികേടാണ് ഇവൻ ആ വയ്യാതെ കിടന്ന് ആ കൊച്ചിനോട് കാണിച്ചു കൂട്ടിയത്. ഒരു പെൺകൊച്ചിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ഒരു പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന വേദന അത് മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാതെ പോലും ആ വയ്യാതെ കിടക്കുന്ന കൊച്ചിൻ്റെ ദേഹത്തൂടെ വെള്ളം എടുത്തൊഴിച്ചു ആ കൊച്ചിനെ അവിടെ നിന്ന് എണ്ണിപ്പിച്ചു. മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിച്ച ഈ വൃത്തികെട്ടവനെ വോട്ട് കൊടുത്ത് നിലനിർത്തുന്ന ഏത് ജനങ്ങളാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു അമ്മയും ഈ പറഞ്ഞിട്ടുള്ള പെങ്ങന്മാരും ഉള്ള ആൾക്കാരാണ്. ആരെങ്കിലും ഇവനിക്ക് വോട്ട് കൊടുത്ത് നിലനിർത്തുമോ? ഇല്ല, ഒരു കാരണവശാലും ഇല്ല. കാരണം ഒരു സ്ത്രീയുടെ വാല്യൂ, ഒരു സ്ത്രീയുടെ വില എന്താണെന്നറിയാത്ത, ഒരു അമ്മയുടെയും പെങ്ങന്മാരെയും വില എന്താണെന്നറിയാത്ത, അവരെ വേദന എന്താണെന്നറിയാത്ത ഇവന് ആരാണ് വോട്ട് കൊടുത്ത് നിലനിർത്തുന്നത്? ഇതൊന്നും ഇവൻ്റെ അതേ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം അല്ലേ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ജെൻഡർ കാർഡും എടുത്തുണ്ടെങ്കിൽ വരും കുറേ ആൾക്കാർ. എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? ഒരു പെൺകൊച്ചിൻ്റെ പുറമേ നടന്ന് അത്രത്തോളം ബുള്ളിങ് അല്ലേ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഗെയിമാണ്, ഇതൊരു ഗെയിം ഷോ ആണ്. പക്ഷേ അതിനപ്പുറം ഓരോ ആൾക്കാരെ ഇമോഷൻസ് വെച്ച് കളിക്കുമ്പോഴത്തേക്ക് അവിടെ പലതും സംഭവിക്കുന്ന ഓർമ്മ വേണം. നാളെ ആ കൊച്ചിന് എന്തെങ്കിലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവൻ പരിഹരിക്കുമോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ കൊച്ചിൻ്റെ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് ഒട്ടും വയ്യാതെയാണ് അനു അവിടെ പോയി കിടന്നത് അല്ലേ. അനു പറയുന്നുണ്ട് എനിക്ക് പീരീഡ്സ് ആയിട്ട് അത്രയും വയ്യാതെയാണ് ഞാൻ വന്ന് കിടന്നതെന്ന് പറയുന്നുണ്ട്. ഇത് ഒട്ടും ഈ നെവിൻ കാണിച്ച ഈ ഒരു തെമ്മാടിത്തരത്തെ പറ്റി സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ലൈവ് കണ്ട ആൾക്കാർക്ക് ഒരാൾക്ക് പോലും കണ്ണടച്ച് കളയാൻ പറ്റത്തില്ല. കണ്ണടച്ച് കളയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വൃത്തികെട്ടവൻ്റെ അതേ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആളാണെന്ന് ഞാൻ പറയും. ഉള്ള കാര്യം ഞാൻ പറയുമല്ലോ, ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം അത്രത്തോളം ഇന്ന് ലൈവിനകത്ത് നമ്മൾ കണ്ടതാണ്. സിഗരറ്റ് വലിച്ചിട്ട് ഇന്ന് ആ പെൺകൊച്ചിൻ്റെ മുഖത്തോട്ട് ഊതി കൊടുക്കുന്നു. അക്ബർ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അനുവിൻ്റെ പുറമേ നടന്ന് ഇത്രയും ഇത് കാണിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ എൻ്റെ ഫ്രസ്ട്രേഷൻ തീർത്തിയാണെന്ന്. ഇവനെപ്പോലൊരു വൃത്തി കെട്ടവൻ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ മലയാള സീസണിൽ ഇതുവരെ വന്നിട്ടില്ല. ഇവനെപ്പോലെ ഇത്രയും വൃത്തികെട്ട ഒരു കണ്ടസ്റ്റൻസ് അല്ലേ. എൻ്റർടൈനറാന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചു കൂട്ടുന്ന എന്താണ് ഇവൻ? അതും സ്ത്രീകളോട്. ഷാനവാസ് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്നില്ല, സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞ ഇവൻ എന്താണ് സ്ത്രീകളോട് കാണിച്ചു കൂട്ടുന്നത്?
സ്ത്രീ ആയിട്ടുള്ള ഒരു പെങ്കൊച്ചിനോട് കാണിച്ചു കൂട്ടുന്നത് എന്താണ്? ഇവൻ ഷാനവാസുമായിട്ടുള്ള ഒരു വഴക്കിനകത്ത് ഇവൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഷാനവാസ് സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഇവൻ എന്താണ് കാണിക്കുന്നത്? അനുവിന്റെ പുറമേ നടന്നിട്ട് ഇവൻ എന്താണ് കാണിക്കുന്നത്? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിൽ ഇവൻ കാണിച്ചു കൂട്ടിയ ഓരോ തെമ്മാടിത്തരങ്ങളും, അവിടെയുള്ള തെമ്മാടിത്തരങ്ങളും ചോദ്യം ചെയ്യപ്പെടാത്തതുകൊണ്ട് മാത്രമാണ് ഇവൻ വീണ്ടും വീണ്ടും ഇത്രയും ഓവറായിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇത് ലാലേട്ടൻ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു വട്ടം ഇവൻ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടൊന്ന് ചോദ്യം ചെയ്താൽ മതിയായിരുന്നു, ഇവൻ അവിടെ മിണ്ടാതിരുന്നേനെ, അല്ലേ? ഞാൻ പല വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നെവിൻ എന്ന് പറഞ്ഞൊരു ഫേക്ക് ക്യാരക്ടറാണ്. കാരണം പല ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ പോലും നമ്മളത് കണ്ടിട്ടുണ്ട്. നെവിൻ്റെ ആ ഒരു ഫേക്ക് ഫേസ് റിയൽ ഫേസിലോട്ട് ആവുന്നത്, അല്ലേ? ഒരു വട്ടം ലാലേട്ടൻ തന്നെ ഒരു എണ്ണിച്ച് നിൽക്കാൻ പറയുന്ന സമയത്ത് ഇവൻ കാല് ചൊറിയുന്ന സമയത്തുണ്ടല്ലോ, ലാലേട്ടൻ എന്തോ ഉറുമ്പ് അടിക്കുന്നുണ്ട് എന്ന് കണ്ട ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയുന്നുണ്ട്, അത് ഇവന്റെ ടോൺ അപ്പോഴത്തേക്ക് മാറി. അതെന്താ ലാലേട്ട അങ്ങനെ ഒരു ചോദ്യമൊന്നും? അപ്പം പെട്ടെന്നാണ്, കാരണം അത്രയ്ക്കും ക്രൂവലായിട്ടുള്ളൊരു മൈൻഡാണ്. ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം ആ ഒരു മൈൻഡിലുള്ള ആൾക്കാരാണെന്നേ ഞാൻ പറയൂ. ഉള്ള കാര്യം തന്നെ ഞാൻ പറയുന്നത്, ഉള്ള കാര്യം തന്നെ. കാരണം ഇതൊരു ബിഗ് ബോസ് ഷോ ആണ്. ഇവിടെ ഇമോഷൻസും പല ആൾക്കാർക്കും പല രീതിയിലാണ്. അതിൻ്റെ ഒരു പരിധിയുണ്ട്. ഒരാളെ പുറമേ നടന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞ് അവർക്കൊരു ലൈഫുള്ള കാര്യം. 100 ദിവസം കഴിഞ്ഞ് അവർക്കൊരു ലൈഫുണ്ട്. ഇവൻ എന്താണ് വിചാരിക്കുന്നത്? ഈ ഒരു ഷോ കൊണ്ട് ലൈഫ് ലൈം അങ്ങ് പോവാന്നാണ് ഇവൻ വിചാരിക്കുന്നത്? ഇവൻ പുറമേ നടന്ന് ഇത്രയും ഹറാസ്മെന്റ് ചെയ്ത്, അതുപോലെ ഇത്രയും മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുമ്പോഴത്തേക്ക് ആ പെങ്കൊച്ചിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെന്താണ് ഇവൻ മനസ്സിലാക്കാത്തത്? സ്ത്രീകളെ ബഹുമാനിക്കുന്ന അവനാണെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്താണ് കാണിച്ചു കൂട്ടുന്നത്, അല്ലേ? നമുക്കറിയാം പല സീസണിനകത്തും പലതും സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? ഫിസിക്കൽ അസാൾട്ടിന്റെ രീതിയിൽ പലതും ഉണ്ടായിട്ടുണ്ട്. അത്രയും ഇഷ്യൂസ് ഉള്ള ഒരു ഷോയാണ് ഈ ഒരു ബിഗ് ബോസ് ഷോ. അപ്പം ഇവൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ അതിരുവിടുവാണ്. നാളെ ഇവൻ പുറമേ നടന്ന് ബുള്ളി ചെയ്ത് അത്രയും മാനസികമായിട്ട് ആ കൊച്ചു തകർന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഇവൻ ഏറ്റെടുക്കൂ? ആരേറ്റെടുക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എന്തായാലും ഇത് ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പറ്റുന്നേ അല്ല. കാരണം ഒരു ഷോ എന്ന് പറയുന്നതിന് അപ്പുറം ഒരു സ്ത്രീയെ ബഹുമാനിക്കുക, അതുപോലെ റെസ്പെക്റ്റ് ചെയ്യുക, ആ സ്ത്രീക്ക് കിട്ടേണ്ട കുറേ പരിഗണനകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവനെ പോലത്തുള്ള കുറേ വൃത്തികെട്ടവന്മാർ അത് വന്നിട്ട് ആ ഒരു ഷോയുടെ നിലവാരത്തിനെയും കൂടെയാണ് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം എന്തായാലും ഇന്ന് നെവിൻ കാണിച്ചു കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നതിനെയും എനിക്കൊരു കാരണവശാലും എനിക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റത്തില്ല. കാരണം ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തിയെ എത്രയും പെട്ടെന്ന് പുറത്തെടുത്ത് കളയുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്ന് അനു പറഞ്ഞൊരു കാര്യമുണ്ട്, വാലിഡായിട്ടുള്ള, എനിക്കത് അനുവിൻ്റെ ഓരോ വാക്കുകളും പറഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിപ്പോയി. വേറെ ഒന്നുമല്ല, നിന്റെ അച്ഛനും അമ്മയും നിന്നെ വളർത്തിയതിൻ്റെ കേടാണെന്നൊരു നെവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. കറക്റ്റ് കാര്യം തന്നെ. വളർത്തു ദോഷമാണ്. അവൻ്റെ അച്ഛനും അമ്മയും അവനെ വളർത്തിയതിൻ്റെ ഗുണമാണ് അവൻ ഇപ്പം കാണിക്കുന്നത്. നല്ലോണം വളർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കാണിക്കൂ? ഒരു സ്ത്രീയുടെ മുമ്പിൽ ഒരു അമ്മയും പെങ്ങളും ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അമ്മയ്ക്കും പെങ്ങൾക്കും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു സ്ത്രീയുടെ മുമ്പിൽ ഇവൻ ഇങ്ങനെ കാണിക്കൂ? അതും ഒരു പീരീഡ്സിന്റെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെങ്കൊച്ചിന്റെ അടുത്ത്, ഒരു സ്ത്രീയുടെ അടുത്ത് ഇവൻ ഇങ്ങനെ കാണിക്കൂ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇവൻ എത്രത്തോളം ഒരു ക്രൂവൽ മൈൻഡുള്ള ഒരു വ്യക്തിയാണെന്ന് ആലോചിച്ച് നോക്കി. അപ്പം എന്തായാലും ഇത്രയും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം ആ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഷോ കണ്ട അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഇന്ന് നടന്ന ഇവന്റെ ഈ ആഭാസത്തരത്തിനെ പറ്റിയിട്ട് കുറച്ചെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഇത് കണ്ടിട്ട് വിലയിരുത്തുന്നതിൽ, കാരണം ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരാളായിട്ട് എന്നെയും എൻ്റെ വീഡിയോസ് കാണുന്ന പല ആൾക്കാരും കാണത്തുള്ളൂ. ഇവിടെ അനു എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തുനിന്ന്, പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്നും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ എന്ന് കരുതി ഇതുപോലെ വേറെ ഒരു കണ്ടസ്റ്റൻസിനും ഈ സീസണിനകത്ത് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ഒരു പുറമേ നടന്ന് ബുള്ളി ചെയ്യുന്നൊരു
വിഷയം ഇതുവരെ ഒരു കണ്ടസ്റ്റൻസിനും ഉണ്ടായിട്ടില്ല, അല്ലേ? കാരണം അത്രമാത്രം ആ പെൺകൊച്ച് ഷോയുടെ അകത്ത് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് ഇത് ഇന്നത്തെ ഒരു വിഷയം കൂടെ തോന്നിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമുണ്ടല്ലോ, ഡിസർവ് ആയിട്ടുള്ള ഒരാൾ കപ്പടിക്കണം. ഇതുപോലെ ഇത്രയും ബുള്ളിങ് അനുഭവിച്ച് ഡിസർവ് ആയിട്ടുള്ള ഒരാൾ മാത്രമേ കപ്പടിക്കാൻ പാടുള്ളൂ. ഞാൻ ഇന്ന് ഞാൻ ചിന്തിച്ച കാര്യമാണ്. എന്നാലോചിക്കും, മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിൻ്റെ അകത്ത് ഇത്രയും വേദന അനുഭവിച്ചിട്ട് കപ്പടിക്കാതെ ഇറങ്ങി വരരുത്. അതാണ് വേണ്ടുന്നത്. ഇങ്ങനെ ഇവൻ്റെയൊക്കെ മുമ്പിൽ കപ്പടിച്ച് കാണിക്കണം. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം പ്രതികരിച്ചേ പറ്റൂ. ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല.